ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ട അരി കൊണ്ടുള്ള പുട്ടാണ്. നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത്. പുട്ടുപൊടി വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ പച്ചരി നനച്ച് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കും. പക്ഷേ ഇത് മട്ട അരിയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മട്ട അരി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചിലർക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ചോറ് ചിലർക്കൊന്നും ഇഷ്ടമല്ല, പലർക്കും മട്ട അരി കൊണ്ടുള്ള ചോറ് ഇഷ്ടമല്ല. പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിലേറെയൊക്കെ ടേസ്റ്റാണ് അടിപൊളി സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. എത്ര പുട്ട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മട്ട അരി തന്നെയാണ്. ഇനിയിപ്പോൾ ഇതല്ല, നമ്മൾ സാധാരണ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ, സാധാ ചോറ് വെക്കണ അരി, കുറുവ അരിയോ ജയ അരിയൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ മട്ട അരി ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. പിറ്റേ ദിവസം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഇപ്പോൾ രാവിലെ ഞാൻ വെള്ളമൊക്കെ വാർത്ത് ഇങ്ങനെ ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം വാർത്ത് നമ്മൾ 1 മണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ വെക്കണം, എങ്കിൽ 1/2 മണിക്കൂർ എന്തായാലും വെക്കണം. കാരണം ഒട്ടും വെള്ളം ഇങ്ങനെ ഉണ്ടാവരുത് അതിൽ. അരിപ്പയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മൊത്തം അങ്ങ് വാർന്ന് പോയിക്കോളും. വെള്ളത്തോടെ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റില്ല, കാരണം ചമ്മന്തി പോലെ അങ്ങ് ചതഞ്ഞു പോവും. അപ്പോൾ വെള്ളം പരമാവധി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂല. ഇപ്പോൾ ഇതാ ഞാൻ പൊടിച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ ഒരു പരുവം എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് തരിതരികൾ ഉണ്ടാവണം, അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, മിക്സിയിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഒരു ബാച്ച് ഞാൻ പൊടിച്ച് കഴിഞ്ഞു. മിക്സിയിലെ ചെറിയ ജാറിൽ തന്നെ നടക്കുകയുള്ളൂ കേട്ടോ, അത് വലിയ ജാറിൽ അങ്ങനെ പൊടിയൂല. ഞാനിപ്പോൾ ഈ 2ാമത്തെ ബാച്ച് ചെയ്യുമ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഉപ്പ് ഒന്ന് പൊടിഞ്ഞോളും, അതിന് വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, ഒരുമിച്ച് പൊടിച്ച് കഴിഞ്ഞിട്ടിട്ടാലും മതി. ഇനിയിപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ, അതുകൊണ്ട് മൊത്തം പൊടിച്ച് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഉപ്പ് എല്ലായിടത്തേക്കും എത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബാച്ചിൽ ഉപ്പിട്ടിട്ടുണ്ട്, ഒരു ബാച്ചിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്യണം, എന്നാലേ ഉപ്പ് എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പുട്ടിന് നനച്ച പോലെ തന്നെയാണ്. ഇനി ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, പൊടിക്കുമ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഇങ്ങനെ അതിന് ശേഷവും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും, പുട്ടങ്ങ് കട്ടിയായി പോവും. ഇനി നമ്മളിപ്പോൾ സാധാരണ പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ഇതിൽ സൂക്ഷിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പുട്ട് ഇപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റൊക്കെ പിന്നെയും വെച്ചിരുന്നാൽ വേവും. പക്ഷേ ഇത് കുറച്ചധികം സമയം നമ്മൾ വെച്ച് കൊടുക്കണം. കാരണം ചോറ് വെക്കുന്ന അരിയാണ്, അറിയാലോ, നല്ല വേവുണ്ടാവും. പ്രത്യേകിച്ച് മട്ട അരിയൊക്കെ കുറച്ചധികം സമയം തന്നെ കിടന്ന് വേവണം. ഇപ്പോൾ പുട്ടിൻ്റെ പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, കുറച്ച് തരി ഉണ്ടാവും. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേവുമ്പോൾ അത് കുറേ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ അതിന് തന്നെ കുറച്ച് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം പൊടി അതിൽ കൊള്ളും. അപ്പോൾ സൂക്ഷിക്കേണ്ടത് കുറച്ചധികം സമയം ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ആവി വന്നോട്ടെ, എന്നിട്ട് പുട്ട് കുത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു, പുട്ടുകുറ്റിയിൽ നിറച്ചു, കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് പുട്ടുകുറ്റിയുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് വെക്കാതെ നമ്മുടെ അടിപൊളി സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. പ്രത്യേകിച്ച് ഒരു കറിയും വേണമെന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ അരി പൊടിച്ചുണ്ടാക്കിയതൊന്നും തോന്നില്ല. നല്ല കിഡ്ലൻ നമ്മുടെ ചെമ്പാവരി പുട്ടൊക്കെ അല്ലേ നമ്മൾ പൊടി വാങ്ങിക്കണേ, അതിനേക്കാളും ടേസ്റ്റാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. നമ്മൾ മട്ട അരി അല്ലേ, വൈറ്റ് റൈസ് അല്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടാക്കാം. നേരെ മറിച്ച് ഇത് നമ്മൾ മില്ലിലാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. മട്ട അരിയുടെ ചോറ് ഇഷ്ടപ്പെടാത്തവർക്കും ഈ പുട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ മട്ട അരി ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി കൊണ്ടും ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്